സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച്. അതായത് ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാല്, എന്തെങ്കിലും കാര്യം നടത്താൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടിട്ട് അത് വേറെ ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് നടക്കാനുള്ള സാധ്യത കുറയുമെന്നാണ്. അതിന്റെ കാരണം പറയുന്നത്, അത് വാക്കാക്കി കഴിഞ്ഞാല് അതിൽ ഐഡന്റിഫൈ ആയി അതിന് എനർജി നഷ്ടപ്പെടും. അത്ര ശരിയാണെന്നാണ് എനിക്ക്. വളരെ ശരിയായൊരു കാര്യമാണ്. അതായത് നമ്മളൊരിക്കൽ തിയോസഫിക്കൽ സൊസൈറ്റി സംസാരിച്ചപ്പോൾ സാറെനിക്ക് ചോദിച്ചതും മറുപടി പറഞ്ഞ ഒരു സംഗതി ഓർക്കുന്നുണ്ടായിരിക്കും. തോട്ട്സിൻ്റെ ഫോർമേറ്റീവ് സ്റ്റേറ്റ്സ്, തോട്ട്സ് എങ്ങനെയാണ് ഫോർമേഷൻ നടക്കുന്നത് എന്ന് നമ്മളൊരിക്കൽ സംസാരിച്ചിരുന്നു. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതായത് തോട്ട്സിൻ്റെ ഒരു സബ്റ്റിൽ സ്റ്റേറ്റിൽ നിന്നാണ് തോട്ട്സിൻ്റെ ഗ്രോസ് സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നത്. അതായത് തോട്ട്സിന് പോലും ഗ്രോസും സബ്റ്റിലുമായിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പം ഈ സബ്റ്റിൽ സ്റ്റേറ്റിൽ നിന്ന് ഗ്രോസിലേക്ക് വരുന്നതിന് പോലും അത് കൺസ്യൂം ചെയ്യുന്ന കുറേ എനർജിയുണ്ട്. ആ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റാലിറ്റി അല്ല, ഒരാളുടെ വൈറ്റാലിറ്റി അല്ല, പക്ഷേ അതൊരു കാർമിക് ഫോഴ്സാണ്. അതായത് കോസസ് ആവശ്യമുണ്ട്. അൺലെസ് ദെയർ ആർ കോസസ് യു കനോട്ട് കൺസീവ് എ തോട്ട് ഇൻ ടു ഗ്രോസ് ലെവൽ. It may originate as a subtle thought which needs some food for coming out as a gross thought. അപ്പോൾ സൂക്ഷ്മഭാവത്തിൽ ജനിക്കുന്ന തോട്ട് സ്ഥൂലമായി നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന, കമ്മ്യൂണിക്കേറ്റ് പാസ് ചെയ്യാൻ പറ്റുന്ന തോട്ടൊരു പാസിങ് സാധനമാണ്. ഇങ്ങനെ നമ്മുടെ വേവ് ഫോം പോലെ ട്രാവൽ ചെയ്യുന്നതാണ്. ഇറ്റ് ഹാസ് എ കൈനറ്റിക്സ്. സ്റ്റാറ്റിക്കായിട്ടല്ല അതുണ്ടാകുന്നത്. അപ്പോൾ സ്റ്റാറ്റിക്കായിട്ടല്ലാതെ വേവ് ഫോമിലുണ്ടാകുന്ന തോട്ടിനെ ഒരു സബ്റ്റിൽ ഭാവത്തിൽ നിന്ന് അതിൻ്റെ വേവ് ഫോമിൽ തോട്ട് മനസ്സിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ, തോട്ട് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നതിന് അതിനാവശ്യമുള്ള എനർജി എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജി അല്ല, മറിച്ച് കാർമിക് ഫോഴ്സാണ്. അപ്പോൾ ആ തോട്ട് വേവ് ഫോമിലേക്ക് വരണമോ, അതായത് ഗ്രോസ് തോട്ടായിട്ട് സ്ഥൂലമായിരിക്കുന്ന ചിന്തയായിട്ട് മാറണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിൽ, നമ്മുടെ സത്തയിൽ, നമ്മുടെ എസൻസിൽ കളക്ട് ചെയ്തിരിക്കുന്ന കാർമിക് കോസസ്സാണ്. അൺലെസ് ദെയർ ഇസ് എ കോസ് നത്തിങ് ക്യാൻ വർക്ക് ഔട്ട്. അപ്പോൾ ആ കോസ് ഉണ്ടായതുകൊണ്ട് ഒരു തോട്ടിനെ സബ്റ്റിൽ ലെവലിൽ നിന്ന് ഗ്രോസ് ലെവലിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെടാനും അത് ഒരു വേവ് ഫോമിൽ നമ്മുടെ ഒബ്സർവേഷനിൽ കൂടി, നമ്മുടെ നിരീക്ഷണത്തിൽ കൂടി, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇൻഫർമേഷനിൽ കൂടി പാസ് ചെയ്യാനും സാധിക്കും. ഈ പറഞ്ഞ കാർമിക് കോസസ് എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്നാണ് വരുന്നത്. അതിൽ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ കോസസ് ആണ്. കോസസ് വിച്ച് വി ഹാവ് ക്രിയേറ്റഡ് ഇൻ ദി പാസ്റ്റ്. നമ്മൾ മുൻപ് കളക്ട് ചെയ്തിരിക്കുന്ന കോസസ്സാണ് ഒന്ന്. കളക്ട് ചെയ്തിരിക്കുന്ന കോസസ് എന്ന് പറഞ്ഞാൽ ബൈ അവർ തോട്ട്, വേർഡ് ഓർ ഡീഡ്, ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോസസ്, കാരണങ്ങൾ. ആ കാരണങ്ങൾ മാത്രം അല്ല ഈ സബ്റ്റിൽ തോട്ടിനെ ഗ്രോസ് തോട്ടാക്കി, അതായത് സൂക്ഷ്മമായ ചിന്തയെ സ്ഥൂലമായ ചിന്തയാക്കി മാറ്റുന്നത്. അതിന് വെളിയിൽ നിന്നുള്ള ഇൻ്റർഫിയറൻസുകളും ഉണ്ട്. ബാഹ്യമായിട്ട് നമ്മൾ സ്വതന്ത്രമായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നമ്മുടെ തോട്ട് പാറ്റേണുകളെ നിയന്ത്രിക്കാവുന്ന വെളിയിൽ നിന്നുള്ള തോട്ടുകൾ ഉണ്ടാകാം. ഇത് പലതരത്തിലുണ്ട്. ഒന്ന്, ഹിപ്നോട്ടിക് എഫക്റ്റുകളിൽ കൂടി ഉണ്ടാകുന്ന തോട്ടുകൾ, ഇൻഡക്ഷൻസ്. അതിന് ഹിപ്നോട്ടിക് ഇൻഡക്ഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം വിളിക്കാം. ഹിപ്നോട്ടിക് ഇൻഡക്ഷൻസ് എന്ന് പറയുന്നത്
ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ്, ഒരു പവർഫുള്ളായിട്ടുള്ള കമാൻഡ് നമ്മുടെ സൈക്കിലോട്ട്, നമ്മുടെ മനസ്സിനകത്തേക്ക് റിസീവ് ചെയ്യുകയും നമ്മൾ കേൾക്കുകയും അല്ലെങ്കിൽ വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളിലേക്ക് അങ്ങനെ ഒരു തോട്ടിൻ്റെ സൂക്ഷ്മഭാവം ജനറേറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഏറ്റവും സബ്റ്റിലായിട്ടുള്ള ഭാവം വരെ ജനറേറ്റ് ചെയ്യാൻ അതിന് കഴിവുണ്ടെന്ന് മനസ്സിലായിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സൂക്ഷ്മ ചിന്തകൾ, അതായത് സട്ടിൽ തോട്ട്സ്, അതിൻ്റെ ഒറിജിനൽ പവറോടുകൂടി, അതായത് ദ പവർ ഇറ്റ് ഹാസ് ഡിറൈവ്ഡ് ഫോർ ദ ഒറിജിനേഷൻ, ആ ഒറിജിനൽ പവറോടുകൂടി തന്നെ സബ്റ്റിൽ ഫോമിൽ നിന്ന് ഗ്രോസ് ഫോമിലേക്ക് പോകും. അതായത് ഇറ്റ് ക്യാൻ എമർജ് ആസ് എ തോട്ട്, ഫുൾ ഫ്ലെഡ്ജ് തോട്ട്, പൂർണ്ണമായ ഒരു ചിന്തയായിട്ട് മാറാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടാകും. കാരണം അത് വെളിയിൽ നിന്ന് ഇൻഡക്റ്റ് ചെയ്തിരിക്കുന്നതാണ്, വെളിയിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു തോട്ടാണ് ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ. ഹിപ്നോസിസ് സാറിന് അറിയാമായിരിക്കും. നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുള്ളവരൊന്നും അല്ല ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. എല്ലാവർക്കും പല രീതിയിലുള്ള ഹിപ്നോട്ടിക് ഒരാളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഹിപ്നോട്ടിക് എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്ത് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലും അത് സത്യമാണെന്ന് ശ്രോതാക്കൾക്ക്, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നാം. കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇതെല്ലാം ചുമ്മയാണെന്ന് തോന്നും. അപ്പോൾ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഒരു കാര്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യാവൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ നിരുത്തരവാദമായിട്ട് പറയുന്ന, വെറുതെ പറയുന്ന പാസിംഗ് റിമാർക്സ്, ഇതൊക്കെ തന്നെയും ഒരാളുടെ തോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. അപ്പോൾ വൺസ് ഐ utter something, it can create a chain reaction by generating a subtle thought in somebody else. മറ്റൊരാളിൽ ഒരു സൂക്ഷ്മമായിരിക്കുന്ന ചിന്ത ഉണ്ടാക്കി വിടുന്നു എന്ന് പറയുന്ന ഒരു ചെയിൻ റിയാക്ഷൻ, ഒരു കാർമിക് കോസ് അവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഹാസ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. അല്ലാതെ നമ്മൾ പാസിംഗ് ആയിട്ട് റിമാർക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ അടുത്ത് വെറുതെ സംസാരിക്കുന്ന പോലെ അല്ല. ഒരു റിസെപ്റ്റിവിറ്റി, ഒരു 5 പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കേൾക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പുകൾക്ക് ഭയങ്കരമായൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതിനകത്ത് പോസിബിലിറ്റീസ് ഉള്ള പോലെ തന്നെ അപകടങ്ങളും ഡേഞ്ചറുകളും അതിനകത്തുണ്ട്. ആ റിസെപ്റ്റിവിറ്റി, ഒരു ഗ്രോസ് റിസെപ്റ്റിവിറ്റി ഉണ്ടാകുകയാണ്. ആ ഗ്രോസ് റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പൊട്ടൻസിയാണ്. ആ പൊട്ടൻസി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സംസാരിക്കുന്ന ആളാണ്. അതാണ് ഒരു ലെക്ചറർ, ഒരു പ്രസംഗിക്കുന്ന ആൾ, ഒരു ഒറേറ്റർ എന്ന് പറയുന്ന ആൾ ഒരു ഹിപ്നോസിസ് നടത്തുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹിപ്നോസിസ് മനസ്സിലേക്ക് കയറുമ്പോൾ അതിന് പിന്നെ പെനിട്രേറ്റ് ചെയ്ത് മനസ്സിനകത്തേക്ക് കയറാനുള്ള ഫോഴ്സ് ഉള്ളതുപോലെ തന്നെ ആ ഫോഴ്സ് അതിനെ സബ്റ്റൽ തോട്ടിൽ നിന്ന് ഗ്രോസ് തോട്ടിലേക്ക്, അതായത് വേവ് ഫോമിലേക്ക് തന്നെ വളർത്താനുള്ള കഴിവും കൂടെ അവിടെ ഉണ്ട്. അവിടെ നമുക്ക് വേറെ എനർജി ആവശ്യമില്ല. അപ്പം നമ്മുടെ 2 സോഴ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നമ്മുടെ തന്നെ കോസസ്. നമ്മുടെ കോസസിനെ സംബന്ധിച്ചിടത്തോളം ആ കോസസ് സൂക്ഷ്മമായിട്ടിരിക്കാനും സ്ഥൂലമായിട്ട് പിന്നെ ജനറേറ്റ് ചെയ്യപ്പെടാനും ഉള്ള പൊട്ടൻസിയുള്ള കാരണങ്ങളുള്ളതുകൊണ്ട്, അല്ലാതെ സൂക്ഷ്മമായിട്ട് മാത്രം ഉണ്ടായിട്ട് മരിക്കാനുള്ളതുകൊണ്ട്. ചില തോട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുമ്പോൾ തന്നെ അതില്ലാതാവുന്നതായിട്ട് കാണും. അത് പ്രകാശം കാണുന്നില്ല, തുടങ്ങുന്നത് തന്നെ അങ്ങ് മരിച്ചു പോകുന്നു. വാസ്തവത്തിൽ അത് വീണ്ടും വരുന്നുണ്ട്, റെക്കർ ചെയ്യാവുന്നൊരു തോട്ടാണത്. അതുകൊണ്ടാണ് ഈ അരൂപധ്യാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഗൗതമബുദ്ധൻ്റെ ധ്യാനങ്ങളിൽ മഹാസതിപതാന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതനുസരിച്ച് സൂക്ഷ്മമായിട്ട് ചിന്തയെ പഠിക്കണം എന്ന് പറയുന്നത്. കാരണം
ഈ സബ്റ്റിലായിട്ടൊരു തോട്ട് വന്നിട്ട് ആ സബ്റ്റിലായിട്ടൊരു തോട്ട് മാത്രം വന്നിട്ടങ്ങ് പോകും. നമ്മൾ അതോടെ വിചാരിക്കുന്നു ആ തോട്ട് വന്നു പോയി. എന്നാൽ വാസ്തവത്തിൽ അത് വീണ്ടും കറക്റ്റ് സൈക്ലിക്കലായിട്ട്, നമുക്ക് തലച്ചോറിനൊരു സൈക്കിൾ ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ആ സൈക്ലിക്കലായിട്ട് ആ തോട്ട് വീണ്ടും റെക്കർ ചെയ്യുകയും രണ്ടാമത്തെ അറ്റാക്കിലോ മൂന്നാമത്തെ സക്സസീവായിട്ടുള്ള അറ്റാക്കെന്ന് ഞാൻ വിളിക്കുന്നത് റെക്കറൻസ് എടുത്തോണ്ടാൽ മതി, ആ റെക്കറൻസിലോ ആ വരവിലോ അതിനെ നമ്മളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ജനറേറ്റ് ചെയ്ത് ഗ്രോസ് തോട്ടാവാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു തോട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം അനുഭവിക്കുന്ന പല തോട്ടുകളും സട്ടിൽ തോട്ടുകളായിട്ട് പല സമയങ്ങളിൽ നമുക്ക് വന്നു പോയിട്ടുണ്ടാവാം. നമ്മുടെ വേറെ എന്തെങ്കിലും ഫോഴ്സ്ഫുൾ ആക്ഷൻ കൊണ്ട്, ഇപ്പോൾ സദാചാരബോധം അല്ലെങ്കിൽ മതബോധം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രബോധം, ഇങ്ങനെ പല ഹിപ്നോട്ടിക് എഫക്റ്റുകളും നമ്മൾ ഇത്തരം തോട്ടുകളെ സർപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ജനറേഷൻ പീരീഡിൽ തന്നെ സബ്റ്റിലായിട്ട് തോട്ടിൽ നിന്ന് ഗ്രോസ് തോട്ടിലേക്ക് വികസിക്കാൻ സമ്മതിക്കാതെ, സൂക്ഷ്മഭാവത്തിൽ നിന്ന് സ്ഥൂലമായിരിക്കുന്ന ചിന്തയായിട്ട് വികസിക്കാൻ സാധിക്കാതെ അതിനെ അവിടെ വെച്ച് തന്നെ തല്ലിച്ചതച്ച് നമ്മൾ നാമാവശേഷമാക്കാം. നാമാവശേഷമേ ആവുന്നുള്ളൂ, സീഡ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് പുറകെ വരും. അതുകൊണ്ടാണ് ഫോഴ്സ്ഫുള്ളായിട്ട് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഫോഴ്സ്ഫുള്ളായിട്ട് നിയന്ത്രിക്കുന്നതിന് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ആ തോട്ട് പുറകെ വരും. കാരണം നമ്മൾ തന്നെ അറിയാതെ പോയിരിക്കുന്ന കാർമിക് കോസസ് അവൈലബിളാണ്, ഡോർമെൻ്റായിട്ട് കിടക്കുകയാണ്, യൂസ്ഡ് അല്ലാതെ കിടക്കുകയാണ്, ഉപയോഗശൂന്യമായി കിടക്കുന്ന കാർമിക് കോസസ് ഉണ്ട്. ആ കോസസിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് പവർഫുള്ളായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ റൂട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു സെൽഫ് ഹിപ്നോട്ടിക് പ്രോസസ്സാണ്. അതാണ് സെൽഫ് ഹിപ്നോസിസ്. ഈ സെൽഫ് ഹിപ്നോസിസാണ് സകല സാധനങ്ങളും. എല്ലാ സാധനങ്ങളും നമ്മുടെ ഇന്നർ ഉള്ള ഇന്നർ ജനറേഷൻ ഓഫ് സബ്റ്റിൽ തോട്ട്സിനെ അറിഞ്ഞോ അറിയാതെയോ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡുകളിൽ കൂടി അവയെ കർബ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, നാമാവശേഷമാക്കുന്നതിന് വേണ്ടിയുള്ള ഹിപ്നോസിസുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സെൽഫ് ജനറേറ്റഡ് കോസസ്, അതായത് അവർ കാർമിക് കോസസ്, അത് കഴിഞ്ഞ് രണ്ടാമത് ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ. ഈ ഹിപ്നോട്ടിക് ഇൻഡക്ഷന് ഏറ്റവും പവർഫുള്ളാണെന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചത് എന്താണ്? ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ പുറത്തു നിന്ന് കൊണ്ടുവരുന്ന തോട്ട് അങ്ങ് സക്സസ്ഫുള്ളായിട്ട് അതിൻ്റെ തോട്ട് എന്നുള്ള നിലയിലുള്ള കൺസമേഷൻ, അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നു. എങ്ങനെയാണ്? സബ്റ്റിലായിട്ട് വരുന്ന തോട്ട് ഗ്രോസ് തോട്ടായിട്ട് നമ്മളിൽ കൂടെ പാസ് ചെയ്യുന്നു. ഓൺലി ക്വസ്റ്റ്യൻ ഈസ് വെദർ യു ഹാവ് ടു ഫോളോ ദാറ്റ് ഇൻ ടു മേക്ക് ഇറ്റ് ഇൻ ടു ആക്ഷൻ ഓർ നോട്ട്. അതൊരു നടപടിക്രമമായിട്ട് നമ്മളെ ചെയ്തികളെ അത് ബാധിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ബാക്കി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ എത്തിക്കാനുള്ളൊരു കഴിവ് വെളിയിൽ നിന്നുള്ള ഹിപ്നോട്ടിക് തോട്ടിനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ മതങ്ങളിലും ഉണ്ടാകുന്ന സാധനകൾ, പലതരത്തിലുള്ള സാധനങ്ങൾ, ബുദ്ധമതത്തിൽ അത് വളരെ ഇൻറ്റേർണലായിട്ടുള്ള ഇൻ്ററഗേഷനുണ്ട്. അതിലൊക്കെ തന്നെയും നമ്മളറിയാത്ത സിഗ്നൽസ് കൊടുത്ത് ആ ഒരു സെൽഫ് ഹിപ്നോസിസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഹിപ്നോട്ടിക് പവർ, ആ ഹിപ്നോട്ടിക് പവർ കൊണ്ട് തോട്ടുകളുടെ സീഡുകളെ തന്നെ പറിച്ച് കളയുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ തോട്ടിനായിട്ട് സീഡായിട്ട് പറിച്ച് കളയുന്നില്ല, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജനറലായിട്ടങ്ങ് ഒരു മരുന്ന് തെളിപ്പ് നടത്തുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം നശിച്ചു പോകും. നല്ലതും നശിച്ചു പോവാം. നല്ലതും നശിച്ചു പോവാം എന്നുള്ളത് കൊണ്ടാണ് കരുണ, അനുകമ്പ, ദയ ഇങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ നല്ല ഗുണങ്ങളും അതിൻ്റെ കൂടെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പണ്ട് കണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാഴ്ച നമ്മളിലൊരു ദയാവായ്പ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സീഡ് നമ്മൾ വികസിച്ച് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ മരുന്ന് തെളിപ്പിൻ്റെ കൂട്ടത്തിൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഗൗതമ ബുദ്ധൻ്റെ സതിപത്താന സൂത്രത്തിനകത്ത് ഈ തോട്ടുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്.
രണ്ട് ഭാഗങ്ങൾ, മോഹത്തിൻ്റെയും രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും പറഞ്ഞ് മൂന്നായി തിരിച്ച് 3, 2, 6. രാഗമുള്ളതും ഇല്ലാത്തത്, മോഹമുള്ളതും ഇല്ലാത്തത്, ദ്വേഷമുള്ളതും ഇല്ലാത്തത്, ഇങ്ങനെ ആ ക്ലേശത്രയങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നായി തിരിച്ച് ഓരോന്നിനും എടുത്തു വെച്ച് പരിശോധിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ ശൂന്യത എന്ന് പറയുന്നത് അനുഭവിക്കാൻ ഒക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇത് അനുഭവിക്കാനൊന്നും ഒക്കില്ല. സാധാരണ ഒരു സാധനയിൽ കൂടി പോകുന്നത് കൊണ്ട് ഇതിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ വലിയ പാടാണ്. കാരണം നമ്മളൊരു ജലാശയത്തിൽ കല്ലിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് പല സാധനങ്ങളിൽ. ആ അച്ചസ്ഫടികമായ ജലം അനക്കമില്ലാതെ ഇരുന്ന് പ്രപഞ്ചത്തെ മുഴുവൻ, ആ പ്രകൃതിയെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യം കാണണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് നിശ്ചലമായിരിക്കുന്ന അവസ്ഥ വേണ്ടിവരും. അതാണ് നിശ്ചല തത്വേ ജീവൻ മുക്തി എന്ന ആദിശങ്കരാചാര്യരുടെ വാക്കുകളിൽ പറയുന്നത്. അതാണ് അവിടുത്തെ ജീവൻ മുക്തി. ആ നിശ്ചല തത്വം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സൂക്ഷിച്ച് അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് സീഡായിട്ട് കിടക്കുകയും പിന്നെ ഒരിക്കൽ ആവർത്തിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ കോഴ്സ് ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ. ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് സബ് കോൺഷ്യസ് ലെവലിലുള്ള ഇൻ്റർഫിയറൻസ്. സബ് കോൺഷ്യസ് ലെവലിലുള്ള ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ലെവലിലുള്ള ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതുപോലെ മറ്റ് മൈൻഡുകളുടെ ഹിപ്നോട്ടിക് ആയിട്ടുള്ള എഫക്റ്റ് അല്ലാതെ മൈൻഡുകളുടെ സുപ്പീരിയോറിറ്റി, എന്തെങ്കിലും വിധേയത്വം കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള സുപ്പീരിയോറിറ്റി കൊണ്ട് അതിൻ്റെ തോട്ട്സ് നമ്മളെ ബാധിക്കുന്നതാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കാര്യം ഡയറക്റ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടാവുക, ഇതൊക്കെ വാസ്തവത്തിൽ വയലൻസാണ്, തികച്ചും വയലൻസാണ്. അതൊക്കെ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് അതിന് തീർച്ചയായിട്ടും ഉണ്ട്, സംശയമൊന്നുമില്ല. പലർക്കും അതിൻ്റെ ഒരു രസത്തിൽ പലരും ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ രീതിയിൽ ഇത് നമ്മൾ മൈൻഡുകളാവാം, മൈൻഡുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന മൈൻഡുകൾ മാത്രമാവാം എന്ന് ഞാൻ പറയുമ്പോൾ ദേ മേ ബി മൈൻഡ്സ് വിത്ത് ബോഡി ഓർ വിത്തൗട്ട് ബോഡി. സ്ഥൂലമായിരിക്കുന്നതോ സൂക്ഷ്മമായിരിക്കുന്നതോ ആയ അവസ്ഥകളിൽ കൂടിയാവാം ഈ ഈ ഇൻ്റർഫിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള കോസസാണ് കണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മളെ തന്നെ ജനറേറ്റഡ് ആയിട്ടുള്ള കോസസ്, കാർമിക് കോസസ്. 2 ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ. 3 സബ് കോൺഷ്യസ് ഇൻ്റർഫിയറൻസ് ബൈ ഗ്രോസ് ഓർ സബ്റ്റിൽ ബോഡീസ്. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ശാസ്ത്രീയമായിട്ട് എംപെരിക്കൽ മെത്തേഡുകളിൽ കൂടി പ്രൂവ് ചെയ്യാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ആരും വിശ്വസിക്കുകയുമില്ല. അനുഭവമുള്ളവർക്ക് മാത്രമേ വിശ്വാസം വരുള്ളൂ. അതുപോലെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ മൂന്നാമത്തെ കാര്യമാണ് പലപ്പോഴും പല വൈരാഗ്യങ്ങളും ശത്രുതകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്നേഹബന്ധത്തിൽ കഴിയുന്നവർ പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു, ഇവർക്ക് എന്തിനുണ്ട് ഈ ഒരു കാര്യത്തിന് വിരുദ്ധമായൊരു സ്നേഹക്കുറവ് വന്നു അല്ലെങ്കിൽ ദേഷ്യം വന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ ശത്രുക്കളായി മാറുന്നത് കാണാം. അതിന് വാസ്തവത്തിൽ പ്രധാനമായിട്ട് ഈ എക്സ്റ്റേണൽ സബ് കോൺഷ്യസ് ഇൻ്റർഫിയറൻസ് പലപ്പോഴും മെൻ്റൽ ലെവലിൽ നിന്നാണ്. അത് വിത്ത് ബോഡി ഓർ വിത്തൗട്ട് ബോഡി ആവാം. മിക്കവാറും കേസുകളിൽ 60% കേസുകളിൽ വിത്തൗട്ട് ബോഡിയാണ്. പല നാമുമായിട്ട് ബന്ധമുള്ള എന്നാൽ നമ്മുടെ കൂടെ ഒരു എംബോഡിമെൻറ്റ്, നമുക്കൊരു ശരീരത്തിൻ്റെ പ്രാപ്തി കിട്ടിയിട്ടില്ലാത്ത പല ഫോഴ്സസിനും അത്തരത്തിലുള്ള തോട്ടുകൾ ഇൻഡ്യൂസ് ചെയ്ത് മറ്റൊരാളെ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും. ഇതിനൊക്കെ ആകപ്പാടെ ഒരു പരിഹാരമേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഫിയർലെസ് ആയിട്ടിരിക്കുക. അല്ലാതെ വേറെ ഉള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു
പിന്നെ മന്ത്രവാദം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ എന്തിനെന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നമ്മളിൽ തന്നെയാണ്. അപ്പം നമ്മളിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വെളിയിൽ നിന്നുള്ള ഇൻട്രാക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ കാർമിക് കോസസിനെ കുറിച്ച് ബോധേഡായിരിക്കുകയും അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടറിയിൽ വെളിയിൽ നിന്നുള്ള ഓർഡറുകൾ എടുക്കാൻ സമയമില്ല. വെളിയിൽ നിന്നൊരു ജോബ് പ്രൊഡക്ഷൻ വന്നു. നമ്മുടെ ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ സാറിന് നന്നായിട്ടറിയാം, ജോബ് പ്രൊഡക്ഷന് വേണ്ടി ഒരു സമയമില്ല, അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, സമയമില്ല എന്ന് പറയും. അപ്പം നമ്മൾ വളരെയധികം നമ്മുടെ തോത് വർദ്ധിപ്പിച്ച ബാച്ച് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തോട്ട്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഓൺ തോട്ട്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ തോട്ട്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വെളിയിൽ നിന്നുള്ള തോട്ട്സിന് ഇൻ്റർഫിയർ ചെയ്യാൻ. ഇത് കോൺഫിഡൻസിൻ്റെ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ കഴിവ്, ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം ഇല്ലാതിരിക്കുന്നിടത്തോളം നമ്മൾ ഇതിനൊക്കെ വശംവദരാകുന്നു. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മളൊരാൾ പ്രസംഗിക്കുന്ന കേൾക്കുക അതിനനുസരിച്ച് അങ്ങ് പോകുന്നു, ഒരാളുടെ ക്ലാസ് കേൾക്കുമ്പോൾ അതനുസരിച്ച് അങ്ങ് പോകുന്നു, ഒരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അങ്ങ് വീണ് പോകുന്നു, ഒരാളുടെ ഗുണദോഷിപ്പ് കേൾക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഹിപ്നോട്ടിക്കായിട്ട് നമ്മൾ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു വരണം. അതിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൽഫ് കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു രക്ഷയായിട്ടുള്ളത്, അല്ലാതെ വേറൊന്നും തന്നെയല്ല. ടോട്ടലി ഏറ്റവും പ്രധാനപ്പെട്ടത് ബിൽഡിങ് അപ്പ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ്, അതിന് സംശയമില്ല. അതിൽ കഴിഞ്ഞ വേറൊരു സാധനമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. നമ്മൾ സെൽഫ് കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ ട്രൂത്ത് നമ്മളെ തേടി വരുന്നു, നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ 3 തരത്തിലുള്ള ജനറേഷൻ നമുക്കുണ്ടാകുന്നുണ്ട്. തോട്ടിൻ്റെ ജനറേഷൻ. അപ്പോൾ ഇനി അതിന് വീണ്ടും അതിന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തോട്ട്സിൻ്റെ ജനറേഷനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. എവിടെയെങ്കിലും ഇത് ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ ദയവായി എന്നെ അറിയിക്കണം. അതായത് ബ്രീഫ് ജനറേഷൻ ഓഫ് തോട്ട് ഉണ്ടാകുന്നതിന് മുമ്പുള്ള സൂക്ഷ്മഭാവത്തിൽ നിന്ന് തോട്ട് വരുന്ന സ്റ്റേറ്റ്, അതിനാവശ്യമായ കാര്യങ്ങൾ, കോസസ്. ഒന്ന് ഇത് തിയോസഫി സംസാരിച്ചിരുന്നു, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടേ നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫ് ജനറേറ്റഡ് കോസസ്, നമ്മളുണ്ടാക്കിയ കാർമിക് കോസസ്. ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ, നമ്മളിൽ നിന്ന് വെളിയിൽ നിന്ന് രാഷ്ട്രീയ മത ബോധനങ്ങൾ വഴി കിട്ടുന്ന ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ. പിന്നെ 3ാമത് സബ്കോൺഷ്യസ് ഇൻ്ററാക്ഷൻസ്, ഉപബോധ മനസ്സുകളുടേതായ ഇൻ്ററാക്ഷൻസ്, അതിൻ്റേതായ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ആക്ഷൻസ്. ഈ 3 കാര്യങ്ങളാണ് തോട്ട് ജനറേറ്റ് ചെയ്യാൻ കാരണം. ആ ജനറേഷൻ അത് കഴിഞ്ഞ് സൂക്ഷ്മഭാവത്തിൽ നിന്ന് സ്ഥൂലഭാവത്തിൽ നമ്മൾ അറിയുന്ന തോട്ടായിട്ട് മാറുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് ജനറേഷനാണ്. അതിന് കാർമിക് കോസസ് വീണ്ടും ആവശ്യമായിട്ട് വരും. അത് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. അല്ലാത്തത് സൗകര്യത്തിനനുസരിച്ച് വെയിറ്റ് ചെയ്ത് കാത്തുനിന്ന് നമ്മുടെ മുമ്പിലേക്ക് വരികയും വേറൊരു സമയത്ത് 3ാമതൊരു അറ്റാക്കിൽ അത് ഒരാക്ഷനായി മാറുകയും ചെയ്യും. അപ്പം നമുക്ക് വീണ്ടും നമ്മൾ ഉത്തരത്തിലേക്ക് തിരിച്ചു വരികയാണ്. സ്ഥൂലമായ ഭാവത്തിൽ എത്തുന്നത് ചിന്തകൾ പ്രവൃത്തിയിലേക്ക് മാറണമെന്നില്ല. പലപ്പോഴും സ്ഥൂലമായി ചിന്തയുണ്ടായി കഴിഞ്ഞിട്ട് പ്രവൃത്തിയിലേക്ക് വരുന്നതിന് പകരം തിരിച്ച് മടങ്ങി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. വീണ്ടും സൈക്ലിക്കലായിട്ട് ഈ സ്ഥൂലമായ ചിന്ത പുറത്തേക്ക് വരികയും വീണ്ടും അതിനെ നമ്മൾ സദാചാര ബോധങ്ങൾ അല്ലെങ്കിൽ നന്മയെക്കുറിച്ചുള്ള ബോധനങ്ങൾ, നമ്മുടെ പ്രത്യയശാസ്ത്ര ബോധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മതബോധങ്ങൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വെളിയിൽ നിന്നുള്ള ഇൻഡക്ഷൻസ് കൊണ്ട് തന്നെ ആവാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലുള്ള സബ് കോൺഷ്യസ് ഇൻ്റർഫിയറൻസുകളുമുണ്ട്. സൂക്ഷ്മമായിരിക്കുന്ന മനസ്സുകളുടെ, ശരീരികളോ അശരീരികളോ ആയിരിക്കുന്ന സൂക്ഷ്മ മനസ്സുകളുടെ ഇൻഡക്ഷൻസ് കൊണ്ടോ ഇതിനെ നമ്മൾ കില്ല് ചെയ്ത് വയ്ക്കാം. പക്ഷെ വീണ്ടും ആ തോട്ട്
പിന്നെ വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ട് ആവശ്യമായ പൊട്ടൻസിയോടുകൂടി ബ്രൂസിൻ്റെ ചലന്തിവലയെ കണ്ടിട്ട് രാജ്യം പിടിച്ചടക്കിയ കഥ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ആ കഥ പറഞ്ഞിട്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അയാൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു. അയാൾ വീണ്ടും വീണ്ടും പൊട്ടിപ്പോകുന്ന ചിലന്തിവല വീണ്ടും കോർത്ത് ജയിക്കുന്ന ചിലന്തിയെ കണ്ടുകൊണ്ട് എന്നാൽ ഞാൻ വീണ്ടും യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കാമെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് രാജ്യം എടുക്കാൻ പോയത് ഞാൻ വളരെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടൊരു കഥയാണ്. അതേപോലത്തെ ഒരു സ്വഭാവം ചിന്തകൾക്കുണ്ട്. ചിന്തകൾ സൂക്ഷ്മമായ ചിന്തകൾ സ്ഥൂലമായ ചിന്തകളായി തീരുന്നതിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് ശക്തി ആർജിച്ചുകൊണ്ട് വീണ്ടും വരും. അല്ല, സ്ഥൂലമായി കഴിഞ്ഞിട്ടും അത് പ്രവൃത്തിയായില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥൂലമായ ചിന്തകൾ വീണ്ടും ശക്തി ആർജിച്ച് തിരിച്ചു വരും. ഇതാണ് ആ മെൻ്റൽ കോണ്ടംപ്ലേഷനുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി പിന്നെ തെരവാട ബുദ്ധിസത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ഷനിലേക്ക് പോകുന്നതും പല ആവർത്തി അബോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അത് വീണ്ടും ഒരു ദൗർബല്യമുള്ള അതിനാണ് നമ്മൾ ദുർബല നിമിഷത്തിൽ എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും. നമ്മൾ ദുർബല നിമിഷത്തിൽ ഞാനത് ചെയ്തു പോയി എന്ന് പറയും. ആ ദുർബല നിമിഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്കതിനെ നിരോധിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള കഴിവിനേക്കാൾ കൂടുതൽ കാർമിക് കോസസ് അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. അത് അതിന് ആ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ വീണുകൊടുത്തേ വിധേയനായ മതിയാകുള്ളൂ, അതിലേക്ക് പോകുന്നു. അപ്പം ഇത്തരത്തിലുള്ള എനർജി ഇവിടെ ആവശ്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനെന്ന് വെച്ചാൽ ഒരു ഗ്രോസ് ലെവലിലേക്ക് തോട്ട് വരുന്നതിന് പോലും ഇത്രയും എനർജി ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ സാറ് ആലോചിച്ച് നോക്കുക, ജനനം മുതൽ ഗ്രോസ് ലെവലിലേക്ക് പ്രകാശിതമാകുന്നത് വരെ തോട്ടിൻ്റെ രൂപത്തിൽ വരുന്നതിന് വരെ എനർജി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ആവാൻ എന്തുമാത്രം എനർജി വേണ്ടി വരും? അതിൻ്റെ ഇരട്ടി എനർജിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വാക്കിനെ നമുക്ക് കിട്ടുന്ന എനർജിയെ വാക്കായിട്ട് കൺവെർട്ട് ചെയ്യുകയാണെന്ന് വെച്ചു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള എനർജിയിലേക്ക് ഈ എനർജി ലോസ് വരും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നടത്താൻ വേണ്ടി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. പ്രാക്ടിക്കലി ഒരുപാട് പേർക്ക് നാട്ടുമ്പുറത്തെ ഒരു വിജ്ഞാനമാണത്. കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കില്ല എന്ന് പറയും, ചില അറിഞ്ഞാൽ നടക്കില്ല എന്ന് പറയും, ചിലരെ കൊണ്ട് എന്തെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ നാട്ടുമ്പുറത്തുണ്ട്. അതൊക്കെ ഈ സൈക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസിൽ ഉണ്ടായിരിക്കുന്ന ചില ബോധങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. തെറ്റായതുകൊണ്ട് നല്ലതുമുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, അല്ലാത്തതുമുണ്ട്, പ്രായോഗികമായതുമുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് തോട്ട് ആക്ഷനാക്കി മാറ്റുന്നതിനുള്ള, അതായത് ആ മിഷൻ സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടിയുള്ള പൊട്ടൻസി നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളത് ഉള്ള എനർജി കൂടി പറഞ്ഞ് അത് ഡിസിപ്പേറ്റ് ചെയ്യുക. ഡിസിപ്പേഷൻ ഓഫ് എനർജി, ഊർജത്തിൻ്റെ ഒരു വിതരണം അവിടെ നടക്കുകയാണ്. അതങ്ങ് വിതരണം ചെയ്തു പോകുന്നു. ഊർജസ്ഖലനം അതിനെ വിളിക്കാം. ഊർജം സ്ഖലിച്ചു പോവുകയാണ്. ചിന്ത വാക്കായിട്ട് നിൽക്കുന്ന, വാക്കായി പോകുന്ന അർത്ഥം. വാക്കെന്ന് പറയുന്നത് എന്താണ്? ആലോചിച്ച് നോക്കൂ. ദ പ്രൈമോഡിയൽ വേർഡ് ഈസ് ദി കോസ് ഫോർ ദി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിന് തന്നെ ശബ്ദമാണ് കാരണം. ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. റെവലേഷൻസ്, യോഹന്നാൻ്റെ വെളിപാടും പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, ശബ്ദബ്രഹ്മമയി എന്ന് ഭാരതത്തിലെ പൗരാണിക ഗ്രന്ഥങ്ങളും പറയുന്നു. അവയെല്ലാം തുടങ്ങുന്നത് ശബ്ദത്തിൽ നിന്നാണ്. ആ പ്രൈമോഡിയൽ മാനിഫെസ്റ്റേഷൻ ഓഫ് മെറ്റീരിയൽ വേൾഡ് ഈസ് ത്രൂ സൗണ്ട്. അപ്പോൾ എനർജിയുടെ സൗണ്ട് ഫോമിൽ കൂടിയാണ് അത് പുറത്തേക്ക് വരുന്നതെന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള എനർജിയെ നമ്മൾ ശബ്ദമാക്കി മാറ്റി കളയരുത് എന്ന് പറയുന്നത്. ശബ്ദമാക്കി മാറ്റി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകാം? ഒന്ന്, താല്പര്യമുള്ളവർക്ക് നമ്മളെ സഹായിക്കാം, ശരി തന്നെയാണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയുള്ള കാലങ്ങളിൽ അത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ ഇനി സമയമില്ലാത്ത ഒരു സമയത്ത് കൂടുതൽ
ഒറ്റപ്പെട്ട സമയങ്ങളിലേക്ക് പോവുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിനേക്കാളും കടുത്ത ഡിസ്റ്റൻസിലേക്ക് വന്നു പോകൂ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലുമില്ല. അപ്പോൾ പിന്നെയുള്ളത് നേരെ തിരിച്ച് പാരവയ്പ്പാണ്. ഒരു കാര്യം നടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് വളരെയധികം എൻകറേജ് ചെയ്യുന്നതായിട്ട് പറയുകയും എന്നിട്ട് പാരവയ്ക്കുകയും ചെയ്യും. ഇനി ഇതൊന്നും അല്ലാതെ അതിനെതിരെ തന്നെ പ്രവർത്തിക്കാം മൈൻഡ് കൊണ്ട്. നമുക്കത് എനർജിയായിട്ട് വരുന്നില്ല. നമ്മുടെ തോട്ട് ആക്ഷനാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ സങ്കല്പശക്തി വീക്കായിരിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് ഇവിടുന്ന് തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒരു ചിലവ് നടത്താൻ വേണ്ടി ബാങ്കിൽ കിടന്നത്, പണയം വെച്ചത്, ഭൂമി വിറ്റത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാഹരിച്ചെടുക്കുന്നത് പോലെ നമ്മൾ ആ പർപ്പസിന് വേണ്ടി എനർജി കൺസർവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൺസർവ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തേക്കാണ്, ആ ഒരു സഞ്ചയത്തിലേക്കാണ് നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺസിൻ്റെ എനർജി കടന്നു വരുന്നത്. കാരണം ഇത് നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തോട്ട്സ്, ആ തോട്ട്സ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സിനെ ശിഥിലീകരിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് കഴിയുന്നതും പറയരുത് എന്ന്. ഇത് ഗുർജീഫ് പറഞ്ഞതാണോ, ഗുർജീഫിനോട് മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞതാണോ ജനേശ? ഗുർജീഫ് പറഞ്ഞു. അപ്പം അപ്പോൾ അതിന് കാരണം ഇത് തന്നെയാണ്. അതിൻ്റെ ഇൻഡെപ്ത് ഒരു അവയർനെസ് നമുക്ക് അതുവഴി കിട്ടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പ്രവർത്തിക്കുമ്പോൾ, ആ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ, ആ ചിന്തയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണെങ്കിൽ നമ്മളത് സൂക്ഷിച്ചിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. ചില ചലച്ചിത്രകാരന്മാരുണ്ട്, അവർക്കൊരു സീഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കഥാബീജം കിട്ടിക്കഴിഞ്ഞാൽ ആ ബീജത്തിനെ ഇട്ടിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. വെളിയിൽ പറയുകയില്ല, പറഞ്ഞാൽ തീർന്നു. ഇട്ട് വളർത്തി അതിന് പല എലിമെൻറ്റുകളും അതിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർ. ഒരു 10-12 വർഷം കൊണ്ട് എലിമെൻറ്റ് സ്വീകരിച്ചിട്ടുള്ള സിനിമ ചിലർ ചെയ്യാറുണ്ട്. അതിന് മുമ്പ് ഇടയ്ക്ക് പല ചെറിയ സിനിമകളും അവർ ചെയ്തു പോകും. പക്ഷേ അവരുടെ മനസ്സ് മറ്റൊരു സിനിമയിൽ ധ്യാനാത്മകമായിരിക്കും. താർക്കോസ്കിയുടെ കാര്യത്തിൽ, ബ്രത്തിൻ്റെ കാര്യത്തിൽ, സനൂസിയുടെ കാര്യത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവരുടെ നല്ല സിനിമ വരുന്നതിന് പ്ലാൻ ചെയ്യുന്നതിന് ഇടയ്ക്ക്, നല്ല സിനിമ പ്ലാൻ ചെയ്തത് മുതൽ ചലച്ചിത്രം പുറത്തു വരുന്നതിന്, നിർമ്മിതമാകുന്നത് വരെയുള്ള ഒരു ഇടക്കാലത്ത് മറ്റു പല സിനിമകളും താരതമ്യേന വലിയ ഗുണമില്ലാത്ത, നമുക്കിപ്പോൾ പറയാനൊക്കില്ല, വലിയ ഗുണമില്ലാത്ത പല സിനിമകളും വന്നു പോയതായിട്ട് നമുക്ക് കാണാം. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വലിയ പ്രതിപാദനമായിരിക്കുന്ന ഒരു സൃഷ്ടിക്ക് വേണ്ടി അവരുടെ ധ്യാനം തുടർന്നിരിക്കുകയായിരുന്നു. അതിനകത്ത് ബൈ പ്രോഡക്റ്റുകളായിട്ടാണ് മറ്റ് ചില സിനിമകൾ കടന്നു വന്നത്. ഇത് സാഹിത്യ സൃഷ്ടികളിലും ഒക്കെ വരാവുന്ന സംഗതികൾ, കവിതകളിലും ഗാനങ്ങളിലും എല്ലാത്തിനും വരാം. എല്ലാ കലാപ്രവർത്തനങ്ങളിലും ഇത് കടന്നു വരാറുണ്ട്. സർക്കാർ സൃഷ്ടിയുടേതായ എല്ലാ ലോകത്തും ഇത് വരാറുണ്ട്. നമ്മൾ സർഗശക്തി ഇല്ലാതെ എന്ന് ഇരിക്കുന്ന ആരാണുള്ളത്? ഇല്ല. നമ്മൾ ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം കണ്ണടയ്ക്കുന്നത്, ഉറങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കുന്നവരെ നമ്മൾ സർഗസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്രിയേറ്റ് ചെയ്യുന്ന ലോകത്ത് ആരുമില്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു, പലതും നടത്തുന്നു, പലതും വിനയുന്നു, പലതും ഭാവിക്കുന്നു, പലതും സൂക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടലി ഈസ് ഓൺ എ ക്രിയേറ്റീവ് പ്രോസസ്സ്. ആ ക്രിയേഷൻ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവരെയാണ് നമ്മൾ ക്രിയേറ്റീവ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ക്രിയേറ്റീവ് പേഴ്സണാലിറ്റീസ്. അവരുടെ പ്രതിഭ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സെൽഫ് ഇൻ്റലിജൻറ്റ് ക്രിയേഷനാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ജീവജാലങ്ങളും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ജന്തുക്കൾ, അവയെല്ലാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും.
വളരെ താഴ്ന്ന ഒരു വേവ് ലെങ്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ചിന്തയുടെ ശക്തി കൊണ്ട് അപാരമായിരിക്കുന്ന ക്രിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് മനുഷ്യൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. ഈ പോസിബിലിറ്റി എന്നാണ് ഉപയോഗിക്കുന്നത് അവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ സാധ്യമാവുന്നതെന്നാണ് അവൻ്റെ ചിന്തകൾ സങ്കല്പശക്തികളാകുന്ന ഒരു കാലത്താണ്. എന്നാണോ അവൻ്റെ ചിന്തകൾക്ക് സങ്കല്പശക്തിയുടെ ബലം ആർജിക്കാൻ സാധിക്കുന്നത്, അതായത് അവൻ്റെ ബോധപ്രാപ്തിയിൽ മാത്രമാണ് ഇതിൻ്റെ പൊട്ടൻസി എന്തെന്ന് അവൻ തന്നെ തിരിച്ചറിയുന്നത്. അവനപ്പോൾ ആലോചിക്കും, ഇതേപോലെ ഞാൻ അന്നും ചിന്തിക്കുമായിരുന്നല്ലോ, ആ ചിന്തകൾ ഒരിടത്തും എത്തിയിട്ടില്ലല്ലോ, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ആ ചിന്തിക്കുന്ന ചിന്തകൾ പിന്നെ ഫലപ്രാപ്തിയിലെത്തുന്നുമുണ്ട്, വളരെ പെട്ടെന്ന് ഫലപ്രാപ്തിയിലെത്തുന്നു എന്ന് മാത്രമല്ല ചില ചിന്തകൾ നമ്മുടെ പിന്നെ മനസ്സിൽ കൂടി കടന്നു പോകാൻ തന്നെ സൂക്ഷ്മതയോടുകൂടി അതിനെ ഒഴിവാക്കേണ്ടി വരുന്ന അവസരങ്ങളുണ്ടാകും. കടന്നു പോകുന്നത് നല്ലതല്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതാണ് ഗുർദീഫ് പറഞ്ഞത്.